ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നേ ഞാൻ നിങ്ങളോടൊരു ചാറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയോ, ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചു. വീഡിയോ ഒത്തിരിയൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടിനൊക്കെ ഞാൻ എല്ലാവരോടും നന്ദി ആദ്യം പറയട്ടെ. ഇനി ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാൻ പോകുന്നതേ നമുക്ക് ചുമ്മാ സംസാരിക്കാം. അപ്പം എനിക്കൊരു വിഷയം കിട്ടിയത് എന്താണെന്നറിയാം. ഇപ്പം നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൽ നട തുറപ്പും കഴിഞ്ഞ ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വൈശാഖോത്സവമാണ് അവിടെ നടക്കുന്നത്. വൈശാഖ മാസത്തിൽ 28 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഈ കൊട്ടിയൂർ അമ്പലത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊട്ടിയൂർ അമ്പലത്തിൽ നമ്മുടെ ഇത് തുറക്കുക എന്ന് പറഞ്ഞാൽ, നട തുറക്കുന്നത് കഴിഞ്ഞാൽ, ആ പൂജയെല്ലാം കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് ആരും പോകത്തില്ല. നമ്മൾ അതങ്ങനെ തന്നെ കിടക്കും, കാട് പിടിച്ച് കിടക്കും, ആരും അങ്ങോട്ട് കയറില്ല. പിന്നെ വരുന്നത് അടുത്ത ആ ഉത്സവം വരുമ്പോഴാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് 28 ദിവസം ഭയങ്കര ഭക്തജന തിരക്കാണല്ലേ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, വെള്ളത്തിൽ ഒഴുകിപ്പോയ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു, ഒഴുകിപ്പോയി ഒരാൾ എന്നൊക്കെ ഇങ്ങനെ കേട്ടില്ലേ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഈ കൊട്ടിയൂരിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. കൊട്ടിയൂരപ്പൻ്റെ ഭയങ്കര ഇതാണ്. കൊട്ടിയൂരപ്പൻ ഭയങ്കര ശക്തിയുള്ളതാണ്. എല്ലാവരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പോയി തൊഴുന്നു. ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് അല്ലേ, വെള്ളമുള്ള സമയത്താണ് അവിടുത്തേത്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഈ സമയത്ത് എനിക്ക് ഒരു പൂന്താനത്തിൻ്റെ ഒരു കൊട്ടിയൂരപ്പനും തമ്മിലുള്ള ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പൂന്താനത്തിൻ്റെ ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് പൂന്താനം ഒരിക്കൽ ഇങ്ങനെ നട തുറന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം തൊഴാനായിട്ട് അവിടെ ചെന്നു. പൂന്താനത്തിനെ നമുക്കറിയാമല്ലോ, പൂന്താനത്തിൻ്റെ കൃഷ്ണഭക്തി, ഗുരുവായൂരപ്പനും പൂന്താനവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഭയങ്കരമാണ് അല്ലേ. അപ്പോൾ പല സന്ദർഭങ്ങളിലും പൂന്താനത്തിനെ അദ്ദേഹം നമ്മുടെ ഗുരുവായൂരപ്പൻ പലയിടത്തു നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗവത പാരായണം കേൾക്കാൻ അക്കാലത്ത് ദൂരെ ദിക്കിന്ന് പോലും ആളുകൾ വന്ന് കേൾക്കാറുണ്ട്. അത്രയ്ക്കും രസകരമാണ് പൂന്താനം ഭാഗവത പാരായണം നടത്തുക, അല്ലെങ്കിൽ കൃഷ്ണ ലീലകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾക്കാൻ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ കൊട്ടിയൂർ അമ്പലത്തിലെ നട തുറന്നു കഴിഞ്ഞപ്പോഴേ പൂന്താനം ഒരിക്കൽ തൊഴാൻ വന്നു അവിടെ. അപ്പോൾ അദ്ദേഹം തൊഴാൻ വന്നു. സർവ ഐശ്വര്യവാനായ മഹാദേവനെ, കൊട്ടിയൂരപ്പനെ തൊഴുത് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം കുളിച്ച് ഇതെല്ലാം വന്നു റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഭക്ത ജനങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ തൊഴാൻ വന്നിരിക്കുന്ന എല്ലാവരും കൂടെ പറഞ്ഞു, പൂന്താനത്തിനോട് ആവശ്യപ്പെട്ടു, ഒരു ഭാഗവത പാരായണം ഒന്ന് ചെയ്തിട്ട് പോ, ഏതായാലും വന്നതല്ലേ, ഞങ്ങൾക്കൊന്ന് കേൾക്കാമല്ലോ, അങ്ങ് ഒന്ന് ഭാഗവത പാരായണം നടത്തണം. കൊട്ടിയൂരപ്പൻ്റെ നടയിൽ അത്രയും 2 ദിവസം താമസിച്ച് ഇതൊക്കെ ചെയ്യാം, ഭാഗവത പാരായണം നടത്തുന്നത് അദ്ദേഹത്തിന് സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അവിടെ നിന്ന് ഭാഗവത പാരായണത്തിൻ്റെ ഇത് തുടങ്ങി. അപ്പം അങ്ങനെ 10ാം സ്കന്ധത്തിലെ 60ാം അധ്യായം വന്നപ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ രുക്മിണി സംവാദമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൊച്ചു വർത്താനം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ പൂന്താനത്തിൻ്റെ വായന എന്ന് പറഞ്ഞാൽ ഭയങ്കര സരസമായിട്ടുള്ള അവതരണമാണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കൂടെ ആ പാരായണത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ രുക്മിണിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ശിശുപാലനെ പോലെയുള്ള ഇത്ര മഹാന്മാരായിട്ടും പ്രസിദ്ധരായിട്ടുള്ള രാജാക്കന്മാർ ഉള്ളപ്പം എന്നെ എന്തിനാ പ്രേമിച്ചതെന്ന് രുക്മിണിയോട് ഇങ്ങനെ ആ സംവാദത്തിനിടയ്ക്ക് പറഞ്ഞു. ഇത് കേട്ട രുക്മിണിക്ക് ഭയങ്കര സങ്കടമായി. രുക്മിണി ആകെപ്പാടെ മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോഴത്തേക്ക് കൃഷ്ണൻ സമാധാനിപ്പിക്കുന്നതും വെറുതെ തമാശയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ പൂന്താനം വളരെ സരസമായിട്ട് ഇതൊക്കെ അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ വായനയൊക്കെ കഴിഞ്ഞു. അവിടെ വെച്ച് നമ്മളിപ്പം ഓരോ പുസ്തകം വായിച്ചിട്ട് അടയാളം വെക്കുന്ന ഒരു കടലാസൊക്കെ അല്ലേ, കടലാസ് വെച്ച് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ കഷ്ണം വെച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് ദർഭയാണ് വെക്കുന്നത്. അപ്പം പൂന്താനം ഇത് ചെയ്തപ്പോഴത്തേക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു ദർഭ വെച്ച് അടയാളം വെച്ചിട്ട് മടക്കി വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം ആസ് യൂഷ്വൽ നമ്മുടെ പാരായണം പാരായണം തുടങ്ങിയാൽ വന്ന് ബുക്കെടുത്ത് ഇങ്ങനെ ഭാഗവതം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് പൂന്താനത്തിനൊരു അന്താളിപ്പ്. എടാ ഇതെന്തു പറ്റി, ഞാൻ ഇന്നലെ വായിച്ച് വെച്ചിട്ട് പോയ സ്ഥലത്തിന് പകരം
ഈ രുക്മിണി സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊണ്ട് ആ ദർഭ ഇരിക്കുന്നു. അത് തുടക്കത്തിൽ, അതായത് വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ള ഇതിൽ അവിടെ ഇരിക്കുന്നു ദർഭ. ഒരു സംശയം തോന്നിയിട്ട് പിന്നെയും പൂന്താനം അവിടെ തന്നെ വായിച്ചു തുടങ്ങി. രുക്മിണി സംവാദം വായിച്ചു തുടങ്ങി, വീണ്ടും വായിച്ചു, എന്നിട്ട് അതടച്ചു വെച്ചു. പിറ്റേ ദിവസവും ഇങ്ങനെ തന്നെ വെച്ചു. അവസാനം അവിടുന്ന് പൂജ തീരുന്നത് വരെ, കൊട്ടിയൂരപ്പൻ്റെ അവിടുത്തെ നട തീർന്ന് പൂജ തീരുന്നത് വരെ ഈ പൂന്താനത്തിനെ കൊണ്ട് ഈ വായന തന്നെയാണ്. പൂന്താനം ഇങ്ങനെ ഈ രുക്മിണി സംവാദം, ശ്രീകൃഷ്ണ രുക്മിണി സംവാദം തന്നെ ഇങ്ങനെ വായിക്കുകയാണ്. വായിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നടയൊക്കെ അടച്ചു, എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ പൂന്താനവും പിരിഞ്ഞു. പൂന്താനം എല്ലാം തൊഴുത് യാത്രയായി വഴിമധ്യേ എത്തിയപ്പോഴത്തേക്ക് പൂന്താനം പെട്ടെന്ന് ഓർത്തു ഭാഗവതം എടുക്കാൻ മറന്നുപോയിന്ന്. അപ്പോൾ കൂട്ടുകാരോടും കൂടെ ഉള്ളവരോടൊക്കെ വിളിച്ചു, ഒന്ന് നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പേടി. എന്താണെന്ന് വെച്ചാൽ കൊട്ടിയൂരപ്പൻ്റെ നട അടച്ചു കഴിഞ്ഞാൽ അവിടെ ആരും ചെല്ലത്തില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ കൊട്ടിയൂരപ്പൻ്റെ നട അടച്ചു കഴിഞ്ഞെല്ലാം ഭയം. അപ്പോഴ് പൂന്താനം വിചാരിച്ചു എന്തും വരട്ടെ എന്നും പറഞ്ഞ് പൂന്താനം പുസ്തകം എടുക്കാൻ ഭാഗവതം എടുക്കാൻ തിരിച്ചവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് അകത്തുനിന്ന് ഭാഗവത പാരായണം കേൾക്കുന്നു. ഭാഗവത പാരായണം കേൾക്കുന്നതായിട്ടുണ്ട്. ഇത് പൂന്താനം എന്ത് ചെയ്തു, അതിൻ്റെ താക്കോൽ ദ്വാരത്തിലൂടെ പതുക്കെ നോക്കിയപ്പോഴത്തേക്കുണ്ട് അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. അതായത് മഹാദേവൻ, പാർവതി, പിന്നെ ഭൂതഗണങ്ങൾ എല്ലാവരും കൂടെ ചുറ്റും ഇരിക്കുകയാണ്. ചുറ്റും ഇരുന്നിട്ട് മഹാദേവൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണ രുക്മിണി സംവാദം അതിനെ പാരായണം ചെയ്ത് പാർവതിക്ക് കഥ പറഞ്ഞ് അവതരിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ജാഗരൂകരായിട്ട് ലയിച്ചങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഉടനെ പാർവതിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ വായന എന്ന് മഹാദേവൻ ചോദിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു, ഏതായാലും പൂന്താനത്തിൻ്റെ അത്രയൊന്നും നോക്കത്തില്ല, പൂന്താനം വായിക്കുന്ന അത്രയും ശേലൊന്നുമില്ല കേൾക്കാനെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പൂന്താനം ഉടനെ മഹാദേവൻ പറഞ്ഞു, അത്രയും വരത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഭാഗവതം വായിച്ചപ്പോഴത്തേക്ക് പൂന്താനത്തിനെ കൊണ്ട് ഇത്രയും ദിവസം ഞാനിത് വായിപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണ്, എനിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട്, പൂന്താനത്തിൻ്റെ ആ വായന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ആ ദർഭ മാറ്റി വെച്ച് കേട്ടുകൊണ്ടിരുന്നതെന്ന്. ഇത് കേട്ട പൂന്താനത്തിൻ്റെ മനസ്സ്, എന്താ പറഞ്ഞ ഭക്തി സാന്ദ്രമായ മനസ്സ് ഗുരുവായൂരപ്പാ എന്ന്, കൃഷ്ണ എന്നൊരു ഒച്ചത്തിൽ വിളിച്ചു. ഇത് കേട്ടതും അവിടുന്ന് മഹാദേവനും പാർവതിയും ഭൂതഗണങ്ങളും എല്ലാം മറഞ്ഞു പൂന്താനം അവിടുന്ന് തിരിച്ചു പോരുന്നതായിട്ടാണ്. അപ്പോൾ പൂന്താനത്തിൻ്റെ ആ ഭാഗവത വായന ത്രിമൂർത്തികൾക്ക് പോലും ഇഷ്ടമായിരുന്നു എന്നും അവർ പോലും അത് കേൾക്കാൻ കൊതിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി അത്രയ്ക്കും വളരെ എന്താ പറയുക, മനസ്സ് തുറന്ന ആ ഭക്തി എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഇത് പൂന്താനവും കൊട്ടിയൂരപ്പനും എന്നുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നല്ല നല്ല കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ വീണ്ടും ഞാൻ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.